വെമ്പായം നസീർ, ഇത് നാണക്കേടാണ് CPM-ന്. മറ്റൊരു മുഖമില്ല പ്രതിപക്ഷ നേതാവായി ഉയർത്തിക്കാട്ടാൻ. അത് മാത്രമല്ല, പിണറായിയും ആഗ്രഹിച്ചു പ്രതിപക്ഷ നേതാവാകാൻ. തോറ്റ ക്യാപ്റ്റനെ തന്നെ വീണ്ടും ക്യാപ്റ്റനാക്കുന്നു എന്ന കാര്യം അങ്ങനെയല്ല. സത്യത്തിൽ 10 വർഷം ഭരണത്തലവനായിരുന്നു പിണറായി വിജയൻ. പരിതപ്രജ്ഞനായ ഒരു മുഖ്യമന്ത്രിയാണ്. 65-70 കൊല്ലത്തോളം CPIM പാർട്ടിയെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്ത ഒരു അതുല്യനായ ഒരു നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹം സഭയിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടും അത് നല്ലതാണ്. കാരണം ഈ ഭരണപക്ഷ പാർട്ടിക്കാർ ഭരണപക്ഷത്തെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുവാനും അത് അരുത് എന്ന് പറയുവാനും പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല. പക്ഷേ ഒരു ദുർബലനായ പ്രതിപക്ഷ നേതാവിനെയാണ് ഇപ്പോൾ കേരളം കാണാൻ പോകുന്നത്. ദുർബലൻ എന്ന് ആരാണ് പറയുന്നത്? ദുർബലൻ എന്ന് ആരാണ് പറയുന്നത്? ആരും പറയുന്നില്ല. പിന്നെ പാർട്ടിക്ക് ഉള്ളിലും പിന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചില മുറിവുറുപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ജനാധിപത്യ ചില്ലറയല്ല, അത് വെറുതെ അല്ല. അത് മാത്രമല്ല, പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ വോട്ടെടുപ്പ് പോലും വേണ്ടി വന്നു. അല്ല, അത് വോട്ടെടുപ്പ് നേരത്തെ ഉണ്ടായിരുന്നല്ലോ. നേരത്തെ ഈ വോട്ടെടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജില്ലാ കമ്മിറ്റികൾ, കാരണം അദ്ദേഹത്തിന് 85 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവായി ശോഭിക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്കയുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇദ്ദേഹം, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരാളല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ. 10 വർഷം മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി വരുമ്പോൾ എന്തുകൊണ്ടും ബഹുമാന്യനായ VD സതീശൻ അവർക്ക് അനുയോജ്യനായ ഒരു പോരാളിയെ തന്നെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീ CK ഷാക്കിർ, സതീശനൊത്ത പോരാളി തന്നെയാണ് പിണറായി വിജയൻ എന്ന്? അല്ല, വ്യക്തിപരമായി നമ്മൾ ഏതെങ്കിലും രീതിയിൽ വിലയിരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇവിടെ കഴിഞ്ഞ 10 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഭരണം കഴിഞ്ഞ് ഒരു പുതിയ സർക്കാർ വരുന്നു. ആ സർക്കാർ അധികാരമേറ്റ് ആദ്യ ദിനം തന്നെ മലയാളികൾ ഒന്നാകെ കൈയടിക്കുന്നു. മാധ്യമപ്രവർത്തകർക്ക് മുമ്പിലിരുന്നിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് പറഞ്ഞിട്ട് വളരെ സൗഹൃദത്തോടെ അദ്ദേഹത്തിൻ്റെ ഇന്നൊക്കെ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയി ഓടുന്നൊരു വീഡിയോ ഉണ്ട്. എല്ലാ മനുഷ്യർക്കും, മലയാളം മനസ്സിലാക്കാത്ത ആളുകൾക്ക് പോലും എന്താ പറയുക, ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ട് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു മനുഷ്യനാണ് VD സതീശൻ. എന്നാൽ അപ്പുറത്ത് നമ്മുടെ ശ്രീ സഖാവ് പിണറായി വിജയൻ അറിയാം, ഒരു മാന്യമായ സംസാരമില്ല. എന്താ പറയുക, പത്രക്കാരോട് കടക്ക് പുറത്ത്, എടോ ഗോപാലകൃഷ്ണ, അങ്ങനെയുള്ള സംഗതികൾ. പിന്നെ അദ്ദേഹം വളർന്നു വന്ന പശ്ചാത്തലം അങ്ങനെയാണ്. CPM-ൻ്റെ ഒരു ശൈലി നമുക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം SFI-ക്കാരായിട്ടുള്ള 2 നേതാക്കന്മാർ പോലീസുകാരെ വെല്ലുവിളിക്കുന്ന രീതി നിങ്ങൾ കണ്ടു കാണും. കാലൊടിക്കും, കൈയൊടിക്കും. ആ രീതിയിൽ എന്താ പറയുക, ഒരു ഗുണ്ടാ പടയായി CPM മാറിയിരിക്കുന്നു. പിന്നെ ഇദ്ദേഹം പറഞ്ഞതുപോലെ പ്രഗത്ഭനായ നേതാവൊക്കെ പ്രഗത്ഭൻ തന്നെയാണ്. പക്ഷേ CPM എന്ന് പറയുന്ന ഒരു വിപ്ലവ പ്രസ്ഥാനമായി നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടിയിൽ അതിൻ്റെ ഇപ്പോഴത്തെ നേതാവ് ഒന്ന് എഴുന്നേറ്റ് കണ്ണുരുട്ടിയാൽ ആ യോഗത്തിൽ വിമർശനം ഉന്നയിക്കാതെ മുള്ളിപ്പോകുന്ന SFI-ക്കാർ, DYFI-ക്കാർ, CPM-കാരുമുള്ളൊരു കാലമാണ്. അപ്പോൾ രണ്ടാമത്തൊരു നേതാവിനെ കാണിക്കാൻ പോലുമില്ല പല പ്രമുഖരായിട്ടുള്ള ആളുകൾ. ഇപ്പോൾ G സുധാകരൻ UDF-ലേക്ക് അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി അമ്പലപ്പുഴയിൽ മത്സരിച്ച് വിജയിക്കുന്നു. അതുപോലെ തന്നെ തോമസ് ഐസക്കിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ ആ പാർട്ടിയിലുണ്ട്. അല്ലെങ്കിൽ രണ്ടാം കിട നേതാക്കന്മാർ SFI-ലും DYFI-ലും പ്രവർത്തിച്ച് വന്ന ആളുകളുണ്ട്. അവർക്കൊന്നും ഒരു അവസരവും കൊടുക്കാതെ ഞാൻ തന്നെയാണ് ഇതിൻ്റെ പരമാധികാരി, ഞാനാണ് ഇതിൻ്റെ രാജാവ് എന്നുള്ള ഒരു ഗർവിലാണ് ഇപ്പോഴും ശ്രീ പിണറായി വിജയൻ ഉള്ളത് എന്ന് ഖേദകരമാണ്. വൈകുന്നേരം നമുക്കറിയാം ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ നമ്മൾ കണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.